ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 26. ഇതൊരു അടയാളമാണോ? എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40:8. ഓഫർ നല്ലതായി തോന്നി. പീറ്ററിന് അത് ആവശ്യമായിരുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനു ശേഷം ഒരു യുവ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ഈ വ്യക്തി ഒരു ജോലിക്കായി തീവ്രമായി പ്രാർത്ഥിച്ചിരുന്നു. തീർച്ചയായും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ്, അവൻ്റെ സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചു. എന്നിരുന്നാലും ഭാവി തൊഴിലുടമയെക്കുറിച്ച് വായിച്ചപ്പോൾ പീറ്ററിന് അസ്വസ്ഥത തോന്നി. കമ്പനി സംശയാസ്പദമായ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുകയും അഴിമതിയുടെ പേരിൽ ഫ്ലാഗ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അവസാനം പീറ്റർ ഈ ഓഫർ നിരസിച്ചു. അങ്ങനെ ചെയ്യുന്നത് വേദനാജനകമായിരുന്നു. ഞാൻ ശരിയായ കാര്യം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം എന്നോട് പങ്കുവച്ചു. അവൻ എനിക്കായി കരുതുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി. പീറ്ററിന്റെ പ്രതികരണം ദാവീദ് ശൗലിനെ ഒരു ഗുഹയിൽ വെച്ച് കണ്ടുമുട്ടിയതിനെ ഓർമ്മിപ്പിച്ചു. തന്നെ വേട്ടയാടുന്ന ആളുകളെ കൊല്ലാനുള്ള മികച്ച അവസരം അവന് ലഭിച്ചതായി തോന്നി. പക്ഷേ ദാവീദ് എതിർത്തു. യഹോവയുടെ അഭിഷക്തനായ എൻ്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷക്തനല്ലോ എന്ന് പറഞ്ഞു. സംഭവങ്ങളുടെ സ്വന്തം വ്യാഖ്യാനവും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും തമ്മിൽ വേർതിരിച്ചറിയാൻ ദാവീദ് ശ്രദ്ധാലുവായിരുന്നു. ചില സാഹചര്യങ്ങളിൽ എല്ലായ്പ്പോഴും അടയാളങ്ങൾ തിരയുന്നതിനു പകരം നമ്മുടെ മുമ്പിലുള്ളത് എന്താണെന്ന് വിവേചിച്ചറിയാനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശത്തിനുമായി നമുക്ക് ദൈവത്തിലേക്കും അവൻ്റെ സത്യത്തിലേക്കും നോക്കാം. അവൻ്റെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും. ചിന്തിക്കുക, സംഭവങ്ങളുടെ സ്വന്തമായ വ്യാഖ്യാനവും നിങ്ങൾ എന്താണ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നതും തമ്മിൽ വിവേചിച്ചറിയാൻ നിങ്ങളെ എന്താണ് സഹായിക്കുന്നത്? ദൈവിക ഉപദേശത്തിനായി നിങ്ങൾക്ക് ആരെ സമീപിക്കാനാകും? ദൈവത്തിന് മഹത്വം.